ഇനി വീണ്ടും ഈ ഗുണ്ടാപ്പക അത് പ്രത്യേകിച്ചും തിരുവനന്തപുരം കഴിഞ്ഞ കുറേ കാലങ്ങളൊക്കെ വളരെ ശാന്തമായി പോയിരുന്നതാണ്. പക്ഷേ ഈ അടുത്ത കുറച്ചു കാലങ്ങളായിട്ട് വീണ്ടും ഗുണ്ടകൾ തലപൊക്കുന്നു എന്നത് ഇവിടുത്തെ ജനങ്ങളെയും ആശങ്കപ്പെടുത്തുന്ന കാര്യമാണ്. തിരുവനന്തപുരം ഡാൻസ് ബാറിലെ ഗുണ്ടകളുടെ തമ്മിലടിയിൽ ഫോർട്ട് പോലീസ് കേസെടുത്തു. ഗുണ്ടാ നേതാവ് ഓം പ്രകാശിന്റെയും എയർപോർട്ട് സാജന്റെയും സംഘാംഗങ്ങൾക്ക് എതിരെയാണ് കേസ്. ഓം പ്രകാശിന്റെ കൂട്ടാളികളായ 2 പേര് കസ്റ്റഡിയിലുണ്ട്. അനന്തകൃഷ്ണൻ വിവരങ്ങൾ നൽകാനായിട്ട്. അനന്തൻ, പോർട്ടൊക്കെ വരുന്നു, ഇവിടെ സ്വാഭാവികമായിട്ടും ഗുണ്ടാ വിളയാട്ടം കൂടുമെന്ന ആശങ്കയൊക്കെ ഇങ്ങനെ നിലനിൽക്കുമ്പോഴാണ് ഇത് അടിക്കടി ഇപ്പോൾ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. അത് 2 സംഘങ്ങൾ തിരിഞ്ഞുള്ള തമ്മിലടികളിലേക്കൊക്കെ പോകുന്നു. എന്താണ് പോലീസ് വിലയിരുത്തുന്നത്? കുടിപ്പക, ഇതിന്റെയൊക്കെ കാരണങ്ങൾ എന്താണ്? പോലീസ് ഇതൊക്കെ മുൻകൂട്ടി കണ്ട് വേണ്ട ജാഗ്രതയും നിരീക്ഷണവും ഒക്കെ ഉണ്ടോ? കഴിഞ്ഞ കുറച്ചു കാലമായി ഈ തിരുവനന്തപുരം നഗരത്തിൽ അധോലോക രാജാക്കന്മാർ അത്ര സജീവമല്ലായിരുന്നു. അവരെല്ലാം പത്തിമടക്കി മാളത്തിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വീണ്ടും ഈ അധോലോക രാജാക്കന്മാർ തന്നെ നേരിട്ട് രംഗത്തിറങ്ങുന്ന കാഴ്ചയാണ് തിരുവനന്തപുരത്ത് കാണാൻ കഴിയുന്നത്. ദിവിഷ്, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഈ ഓം പ്രകാശ് അടക്കമുള്ള പുത്തൻപാലൻ രാജേഷ് അടക്കമുള്ളവർ നേരിട്ട് ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും കേസുകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടാവുകയും ചെയ്യുന്നൊരു സ്ഥിതിയാണുള്ളത്. ഏറ്റവും ഒടുവിലും അതിൻ്റെ ഉദാഹരണമാണ് ഇന്നലെ ഈ തിരുവനന്തപുരം ഈഞ്ചക്കലുള്ള ഒരു ബാർ, അവിടെ അതിനോട് ചേർന്നൊരു ഡാൻസ് ബാർ കൂടിയുണ്ട്. ആ ഡാൻസ് ബാറിലാണ് പ്രശ്നങ്ങൾ ഉണ്ടായത്. അവിടെ ഡാനി എന്ന ഗുണ്ടാ നേതാവിൻ്റെ നേതൃത്വത്തിലൊരു പാർട്ടി, ഡാൻസ് പാർട്ടി, DJ പാർട്ടി നടക്കുകയായിരുന്നു. ഡാനിയെ ഒരുപക്ഷെ അറിയാമായിരിക്കും. സമീപകാലത്താണ് ഒരു യുവാവിനെ കൊണ്ട് കാല് പിടിപ്പിക്കുന്ന ഗുണ്ടാ നേതാവിൻ്റെ ദൃശ്യം പുറത്തു വന്നത്. ആ സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കപ്പെട്ട ആളാണ് ഡാനി. അപ്പോൾ ഡാനി നടത്തിയ DJ പാർട്ടിയുടെ സമയത്താണ് ഓംപ്രകാശും സംഘവും ഈ ബാറിലേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഓംപ്രകാശിൻ്റെ ഭാഗത്തു നിന്ന് പ്രകോപനമുണ്ടായി. ഇരുവരും തമ്മിൽ വാക്കുതർക്കമായി. ഈ സംഘങ്ങൾ തമ്മിലുള്ള ഒരു ബഹളത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഡാനിയുടെ പിതാവായ എയർപോർട്ട് സാജൻ മറ്റൊരു മുൻകാല ഗുണ്ടാ നേതാവ് കൂടിയാണ്. ആ എയർപോർട്ട് സാജന് വിവരമറിഞ്ഞ് ഈ ബാറിലേക്ക് പെട്ടെന്ന് എത്തുന്നു. നേരത്തെ എയർപോർട്ട് സാജനും ഓംപ്രകാശും ഒരേ സംഘങ്ങളായിരുന്നു. അതിനുശേഷം ഇരുവരും സുഹൃത്തുക്കളുമായിരുന്നു. അതിനുശേഷം 2 പേരും പിരിയുകയും ആ കുടിപ്പക ഇപ്പോഴും തുടരുകയുമാണ്. അങ്ങനെ മകനിൽ തുടങ്ങിയ പ്രശ്നം എയർപോർട്ട് സാജൻ ഏറ്റെടുക്കുന്നു. ഓംപ്രകാശുമായിട്ട് സംഘവുമായിട്ട് ആ ബാറിൽ വെച്ച് സംഘർഷമുണ്ടാകുന്നു. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് പോകുന്നു. ബാറുടമകളാണ് പോലീസിനെ വിവരം അറിയിച്ചത്. പോലീസ് എത്തുമ്പോഴേക്കും ഇവരെല്ലാം അവിടെ നിന്ന് മുങ്ങുകയായിരുന്നു. ഇപ്പോൾ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഫോർട്ട് പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിൽ ഓംപ്രകാശിന്റെ കൂട്ടാളികളായ ഒരു സിനിമാ കഥയൊക്കെ പറയുന്ന പോലെയാണ്. നമ്മുടെ നാട്ടിൽ അരങ്ങേറിയിട്ടുള്ള സംഭവങ്ങളാണ്. ഗുണ്ടകൾ തമ്മിൽ ഇങ്ങനെ എത്തുന്നു, അവര് പരസ്പരം ഏറ്റുമുട്ടുന്നു, അതിന് അടുത്തയാൾ ഇറങ്ങുന്നു എന്നൊക്കെ പറയുന്ന സിനിമയിലൊക്കെ പറയുന്ന പോലെയാണ്. അനന്തരം ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ ഒരു ഓപ്പറേഷനൊക്കെ നടന്നിരുന്നല്ലോ ഈ ഗുണ്ടകളെയും ക്രിമിനലുകളെയും ഒക്കെ പിടികൂടാനായിട്ട്. ഓപ്പറേഷന്റെ പേര് ഞാൻ മറന്നു. എന്താണ് അതിന്റെയൊക്കെ അവസ്ഥ? എന്താണ് ഓപ്പറേഷൻ ആഗ് എന്ന് പറയുന്ന ഒരു പരിപാടിക്ക് കേരള പോലീസ് തുടക്കമിട്ടതാണ് സംസ്ഥാന വ്യാപകമായിട്ട്. ഇപ്പോൾ അക്ഷയ സൂചിപ്പിച്ചതുപോലെ പുറമേ നിന്ന് നോക്കുമ്പോൾ ഈ നഗരം ശാന്തമാണ്. പക്ഷേ അതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഇത്തരം ഏർപ്പാടുകൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അധോലോക രാജാക്കന്മാർ വാഴുന്ന തിരുവനന്തപുരം നഗരം, അവരെല്ലാം ഇപ്പോൾ സജീവമായി നിൽക്കുന്നു. ഇടയ്ക്കിടെ നഗരത്തിലെ പല ഭാഗങ്ങളിൽ ഇതുപോലെയുള്ള ഡാൻസ് ബാറുകളിൽ ഒപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. പാറ്റൂർ പോലുള്ള സ്ഥലങ്ങളിൽ പൊതുനിരത്തിൽ തന്നെ വടിവാളുമൊക്കെ ആയിട്ട് വന്ന് ആക്രമണം ഉണ്ടാക്കി ഭീതി സൃഷ്ടിക്കുന്നു. അപ്പോൾ പോലീസിന്റെ ആഗ് പോലുള്ള ഓപ്പറേഷൻ ഇപ്പോൾ ഫലവത്താകുന്നില്ല എന്ന് വേണം സംശയിക്കാൻ. മാത്രമല്ല തിരുവനന്തപുരത്ത് ഈ